യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാഴാഴ്ച ദിവസം നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. മുടങ്ങാതെ ഈ 5:30 തന്നെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവർ, 10,000-കണക്കിന് പ്രിയപ്പെട്ടവർ ഈ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പല സമയത്തും ശ്രദ്ധിക്കുന്നവരും ആവർത്തിച്ച് കേൾക്കുന്നവരും ഉണ്ട്. ഓരോ ദിവസത്തെയും വചനം എൻ്റെ ജീവിതത്തെ സഹായിക്കുന്നതാണ്. അതെനിക്ക് പ്രത്യാശ തരുന്നതാണ്. നമുക്കൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ കാണുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, ഹോസ്പിറ്റലിലായിരിക്കുന്ന, ഓപ്പറേഷന് വിധേയമാകുന്ന, ഇന്ന് ഡോക്ടറെ പ്രത്യേകമായി കാണാനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ചില റിസൾട്ടൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. മാനസികമായ ഒത്തിരി പീഡ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളുടെ യാത്രകൾ, തീരുമാനങ്ങൾ, നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ, മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്നവർ, കടലിലായിരിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ജോലിക്ക് പോകുന്നവരുണ്ട്. കൂലിവേലയ്ക്ക് പോകുന്നവരുണ്ട്. വീട്ടുജോലിക്ക് പോകുന്നവരുണ്ട്. പറമ്പിലെ ജോലിക്ക് പോകുന്നവരുണ്ട്. പശുവിനെ വളർത്തുന്നവർ, അങ്ങനെ പല വിധത്തിൽ ജീവിതത്തിൽ ഒത്തിരി അധ്വാനിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാം ഈ വ്യാഴാഴ്ച ദിവസത്തെ പ്രാർത്ഥനയിൽ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടും. ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങൾ അനുഭവിക്കാൻ ഇടവരും. പ്രാർത്ഥിക്കുന്ന നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ദൈവത്തിൻ്റെ ആ അനുഗ്രഹം വിശ്വസ്തയോടെ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും നേരോടും നിൽക്കുന്നവരെ ദൈവം തള്ളിക്കളയത്തില്ല. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും നേരോടും കൂടെ നിൽക്കുന്നവരെ ദൈവം തള്ളിക്കളയത്തില്ല. പ്രാർത്ഥിക്കുവാണ് മനസ്സുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 13-14 വാക്യമാണ്. സുഭാഷിതങ്ങൾ 28-ാം അധ്യായം 13-14. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. എന്നാൽ അവ ഏറ്റുപറഞ്ഞ് പരിത്യജിച്ചാൽ, ഉപേക്ഷിച്ചാൽ അവന് കരുണ ലഭിക്കും. അതാണ് മുമ്പേ പറഞ്ഞത്. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും നേരോടും കൂടെ നിൽക്കുന്നവനെ ദൈവം മാനിക്കും. ഈ വചനം ഓർത്തെ. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവില്ല. ഐശ്വര്യം നമ്മൾ പറയില്ലേ, ഐശ്വര്യമുള്ളൊരു വ്യക്തി, ഐശ്വര്യമുള്ളൊരു വീട്, ഐശ്വര്യമുള്ളൊരു വണ്ടി, ഐശ്വര്യമുള്ള ഒരു ജോലി, പല കാര്യങ്ങളിൽ നാം ആ വാക്കുപയോഗിക്കാറുണ്ട്. ഐശ്വര്യം. തെറ്റുകൾ മറച്ചു വയ്ക്കരുത്. നമ്മൾ ഇന്ന് ഡെയിലി ബ്ലെസ്സിങ് കാണുമ്പോൾ നിങ്ങൾ ആ കസേരയിലിരുന്ന് നിങ്ങളുടെ ജീവിതത്തെ ഓർത്തിട്ട് നിങ്ങളുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്തിട്ട് പറ, കർത്താവേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ഞാൻ നിർദ്ദേശിച്ചതുകൊണ്ടല്ല. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ പ്രചോദിപ്പിക്കുന്നെങ്കിൽ തെറ്റുകൾ ഏറ്റു പറയണം, നന്നായിട്ട് അനുദപിക്കണം. അപ്പോൾ ഐശ്വര്യം ഉണ്ടാവും. ഏത് ഐശ്വര്യമാ? സ്വർഗത്തിലെ ദൈവം നൽകുന്ന ഐശ്വര്യം ഉണ്ടാവും. വചനം പറയുക, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവത്തില്ല. അവന് നഷ്ടപ്പെടുന്ന ഐശ്വര്യമാണ്. ഐശ്വര്യമുള്ളൊരു ഭാവി, ഐശ്വര്യമുള്ളൊരു ജീവിതം, ഐശ്വര്യമുള്ള കുടുംബം, ഐശ്വര്യമുള്ള മക്കൾ, എല്ലാം ഐശ്വര്യമുള്ളതാകണം. ഐശ്വര്യം തരുന്നത് ദൈവമാണ്. നമ്മുടെ തെറ്റുകളെക്കുറിച്ച് അനുദപിക്കുമ്പോൾ ദൈവം ജീവിതത്തിൽ തരുന്നത് ഐശ്വര്യമാണ്.
ഐശ്വര്യം. അത് ഏറ്റുപറയുമ്പോൾ ലഭിക്കുന്നതോ ദൈവത്തിൻ്റെ കരുണയാണ്. ഇന്ന് വ്യാഴാഴ്ച ദിവസം ദൈവത്തിൻ്റെ കരുണ ലഭിക്കാനിടയാകട്ടെ, ആ ഐശ്വര്യം ലഭിക്കാനിടയാകട്ടെ. ദൈവമേ, ഇന്ന് ഈ വചനത്തിൽ കേട്ട ആ ഐശ്വര്യവും കരുണയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മേൽ അയക്കണമേ. പ്രാർത്ഥിച്ചേ. കർത്താവെ, അങ്ങ് നൽകുന്ന ആ ഐശ്വര്യവും കരുണയും എൻ്റെ ജീവിതത്തിലേക്ക് അയക്കണമേ, എൻ്റെ കുടുംബത്തിലേക്ക് തരണമേ. ഈ ഒരു ഐശ്വര്യത്തിൻ്റെ കുറവ് എൻ്റെ ജീവിതത്തിലുണ്ട്, ഈ ഐശ്വര്യത്തിൻ്റെ കുറവ് എൻ്റെ കുടുംബജീവിതത്തിലുണ്ട്, ഈ ഐശ്വര്യത്തിൻ്റെ കുറവ് എൻ്റെ ബിസിനസ്സിലുണ്ട്, ഈ ഐശ്വര്യത്തിൻ്റെ കുറവ് എൻ്റെ ശുശ്രൂഷയിലുണ്ട്, ഈ ഐശ്വര്യത്തിൻ്റെ കുറവ് എൻ്റെ എല്ലാ മേഖലയിലുമുണ്ട്. ആ ഐശ്വര്യത്തിൻ്റെ കുറവിനെ ഇന്ന് പ്രാർത്ഥനയിൽ പരിഹരിക്കണം. എന്തു ചെയ്തിട്ടും ശരിയാകുന്നില്ല, എന്ത് ചെയ്താലും പരാജയം, എന്തു ചെയ്താലും അത് വിജയിക്കത്തില്ല, അതൊരു ഐശ്വര്യമില്ലാതെ കിടക്കുന്നു. പ്രാർത്ഥിക്കുന്ന, ദൈവസന്നദ്ധിയിൽ അനുദപിക്കുന്ന ഒരാൾക്ക് ദൈവം കൊടുക്കുന്ന 2 ബ്ലെസ്സിങ്ങാണ് ഐശ്വര്യവും കരുണയും. വിശ്വസ്തയോടെ നിൽക്കുന്നവരോട് ദൈവം വിശ്വസ്തത പാലിക്കും. ദൈവസന്നദ്ധിയിൽ വിശ്വസ്തതയോട് നേരോടെയാണോ നിൽക്കുന്നത്, ദൈവം നിന്നെ മാനിച്ചിരിക്കും. ദൈവം നിൻ്റെ അധ്വാനത്തെ, ജീവനെ, ജീവിതത്തെ, കുടുംബത്തെ, ശുശ്രൂഷയെ മാനിച്ചിരിക്കും. അടുത്ത ഭാഗം 14-ാമത്തെ വാക്യം, 28-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്. നിരന്തരം, ആണ്ടിലൊരിക്കലല്ല, എന്നും ദൈവഭക്തിയിൽ ആയിരിക്കുന്നവൻ, കഴിയുന്നവൻ അനുഗ്രഹീതനായി മാറും. നിരന്തരം ഒരാളെ ദൈവഭക്തിയിൽ ആയിരിക്കാൻ സഹായിക്കുന്നതാ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷകൾ, പ്രാർത്ഥനയൊക്കെ. നിങ്ങൾ ദൈവഭക്തിയിൽ നിർത്തുകയാണ്. അതുകൊണ്ട് എന്ത് മെച്ചമാണ് ഉണ്ടാവുക? ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. നിരന്തരം ദൈവഭക്തിയിൽ നിലകൊള്ളുന്നവൻ അനുഗ്രഹീതനാണ്. അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളും പ്രാർത്ഥിച്ച് നീ വ്യാഴാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും വ്യക്തിപരമായി ഈ വിഷയത്തെ എല്ലാം ഓർക്കണം. ഞാനൊരു വാക്യം ഇങ്ങനെ ഓർത്തു. പൗലോസ്ലീഹ കോരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 3-ാമത്തെ വാക്യവാ, ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ അംഗീകരിക്കുന്നു എന്ന്. ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ അംഗീകരിക്കും. രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ സമയം കണ്ടെത്തി ഈ വചനം കേൾക്കുന്ന നിങ്ങൾ സത്യസന്ധമായി ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നവരെ ദൈവം അംഗീകരിക്കും. അങ്ങനെ അംഗീകരിക്കുന്ന വ്യക്തികൾക്കാണ് ദൈവം കൊടുക്കുന്നത് കരുണയും ഐശ്വര്യവും. കരുണയും ഐശ്വര്യവും ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുണയും ഐശ്വര്യവും ലഭിക്കും. ഈ വചനം കേൾക്കുക മാത്രമല്ല, ഇതൊത്തിരി പേർക്ക് നല്ല മനസ്സോടെ അവരും ഈ വചനം കേൾക്കണം, ഇപ്പുറത്തെ ആൾ വചനം കേൾക്കണം എന്നാഗ്രഹിച്ച് പ്രാർത്ഥനയോടെ അയച്ചു കൊടുത്തവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനമൊക്കെ ഒത്തിരി അനുഗ്രഹത്തിൻ്റെ ഒരു വഴി ഒരുക്കുന്ന വചനമാണ്. ഇതൊരു താക്കോല, അനുഗ്രഹങ്ങൾ തുറന്നെടുക്കുന്ന താക്കോല ഓരോ വചനവും. നിങ്ങളും ഈ വചനം കേൾക്കുമ്പോഴേ ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ മനസ്സിലൊരു പ്രാർത്ഥനയോടെ, ദൈവമേ ഈ വ്യക്തിക്ക് അയച്ചു കൊടുക്കുമ്പം ആ വ്യക്തിക്കും ഐശ്വര്യവും ദൈവത്തിൻ്റെ കരുണയും കിട്ടണേ. മകനും മകളും ഒക്കെ അവർ വിദേശ രാജ്യങ്ങളിലാണ്, മറ്റ് സ്ഥലത്താണ്. പ്രാർത്ഥനയോടെ അയച്ചു കൊടുക്കുമ്പോഴേ അത് കേൾക്കാനും കാണാനും അത് സ്വീകരിക്കാനും ഇടവരത്തുള്ളൂ. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ദൈവത്തിൻ്റെ വചനങ്ങളും നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിന് നന്മയ്ക്കായിട്ട് മാറും, അനുഗ്രഹത്തിനായിട്ടത് മാറും, ദൈവാനുഗ്രഹത്തിലേക്ക് അത് നയിക്കും, ഐശ്വര്യത്തിലേക്ക് നയിക്കും, കരുണ കിട്ടാൻ കാരണമാകും. ദൈവം നിങ്ങളെ അംഗീകരിക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ അംഗീകരിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുവാണ്. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കാൻ ഇടവരട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ പറഞ്ഞ ഓരോ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. ഡെയിലി ബ്ലെസ്സിങ് എന്ന വലിയ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ ഇന്ന് വ്യാഴം വെള്ളി ദിവസങ്ങളാണ്. ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ഓരോ ശുശ്രൂഷകളും ദൈവാനുഗ്രഹമുള്ളതാകാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ,
ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണം, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, ആത്മഹത്യാ പ്രവണതയിൽ നിന്ന് ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളെ ശരീരത്തിൻ്റെ അകവും പുറവും സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. സമാധാനവും സന്തോഷവും തരണമേ. ഐശ്വര്യം തരണമേ. ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ ഇടയാകട്ടെ. ഇന്ന് പ്രാർത്ഥിച്ച ഞങ്ങൾക്ക് ഐശ്വര്യവും കരുണയും തരണമേ. ഐശ്വര്യവും കരുണയും കിട്ടണമേ. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കും ഇത് അയച്ചു കൊടുത്ത നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഐശ്വര്യവും ദൈവത്തിൻ്റെ കരുണയും ലഭിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. എല്ലാ കാര്യവും ഭംഗിയായി ചെയ്യാൻ ഇടവരട്ടെ. സന്തോഷത്തോടെ ഇരിക്കുക. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെയും 5:30 ഒരുമിച്ച് കാണണം. നാളെ വെള്ളിയാഴ്ചയാണ്. ഒരുമിച്ച് കാണണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. 5:30 തന്നെ ഒരുമിച്ച് വരുന്ന ഒരു അനുഗ്രഹമാണ്. ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. ആമേൻ.